ജീവിതത്തിൽ നമ്മോട് പല ആളുകളും പിണങ്ങിയിട്ടുണ്ടാകും, നമ്മൾ പലരോടും പിണങ്ങിയിട്ടുണ്ടാകും. നാം അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടും ചില ആളുകൾ ഇങ്ങോട്ട് അടുക്കുന്നില്ല എങ്കിൽ, ഇങ്ങോട്ട് അവർ ഇണങ്ങുന്നില്ല എങ്കിൽ, അവരുടെ പിണക്കം മാറുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അവരുടെ പിണക്കം മാറ്റിയെടുക്കുക? അതിനുള്ള ആത്മീയ പരിഹാര മാർഗം എന്താണ്? അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളോടും പിണങ്ങിയിട്ടുണ്ടാകും. അതുപോലെ പല ആളുകളും നമ്മോടും പിണങ്ങിയിട്ടുണ്ടാകും. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പിണങ്ങുക, ഭർത്താക്കന്മാർ ഭാര്യമാരോട് പിണങ്ങുക, മാതാപിതാക്കൾ മക്കളോട് പിണങ്ങുക, മക്കൾ മാതാപിതാക്കളോട് പിണങ്ങുക, കുടുംബങ്ങൾ പരസ്പരം പിണങ്ങുക, അയൽവാസികൾ പരസ്പരം പിണങ്ങുക, സുഹൃത്തുക്കൾ പരസ്പരം പിണങ്ങുക. ഇങ്ങനെ പലപ്പോഴും പല പിണക്കങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പിണക്കങ്ങൾ എന്നുള്ളത് രണ്ട് രൂപത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം അതിനെ കണക്കാക്കുന്നത്. ഒന്ന് 3 ദിവസത്തിന്റെ ഉള്ളിലുള്ള പിണക്കം, മറ്റൊന്ന് 3 ദിവസത്തിനേക്കാൾ കൂടുതലുള്ള പിണക്കം. 3 ദിവസത്തിന്റെ ഉള്ളിൽ പിണങ്ങി കഴിയുക എന്നുള്ളതൊക്കെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമായൊരു വിഷയമാണ്. അത് പരിഹരിക്കപ്പെടാവുന്ന, നമുക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. എന്നാൽ 3 ദിവസത്തിനേക്കാൾ ഒരാൾ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. 3 ദിവസത്തിനേക്കാൾ തന്റെ സഹോദരനുമായി പിണങ്ങിയിരിക്കൽ ഹറാമാണ്. മാത്രമല്ല, അങ്ങനെ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിഷയം, നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് പിണങ്ങിയതാണെങ്കിലും അവർ ഇങ്ങോട്ട് പിണങ്ങിയതാണെങ്കിലും ടെൻഷൻ നമുക്കും ഉണ്ടാകും, അവർക്കും ഉണ്ടാകും. അപ്പോൾ 3 ദിവസത്തിനേക്കാൾ കൂടുതൽ പിണങ്ങിയിരുന്നാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് ഭയങ്കര ടെൻഷൻ, അതൊരു ഭാരമായി മാറും, അതൊരു ടെൻഷനായി ഇടങ്ങറായി മാറും എന്നുള്ളതാണ്. അത് ആരുമായിട്ടുള്ള പിണക്കമാകട്ടെ, കുടുംബങ്ങളായിട്ടോ കുടുംബത്തിന്റെ പുറത്തുള്ളവരുമായിട്ടുള്ള പിണക്കാവട്ടെ, അങ്ങനെയാണ്, ടെൻഷൻ ഉണ്ടാകും. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, 3 ദിവസത്തിനേക്കാളൊക്കെ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇണങ്ങാൻ വലിയ പ്രയാസമായിരിക്കും. ഈഗോ അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിണക്കങ്ങൾ മാറിക്കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. പിണങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും സാധിക്കാതെ പിണങ്ങിക്കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഷയം ഹറാമാണ് എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ തന്റെ സഹോദരനോട് 3 ദിവസത്തിനേക്കാൾ കൂടുതൽ പിണങ്ങിയിരുന്നാൽ അവന്റെ രക്തം ചൊരിച്ചവനെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. കൊല്ലാൻ ദേഷ്യമുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യുകയുള്ളൂ. 3 ദിവസത്തിനേക്കാൾ കൂടുതലൊക്കെ പിണങ്ങി കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ പിണക്കത്തിന്റെ വിഷയത്തിൽ ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട്. കുടുംബങ്ങളിൽ നിന്ന് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കളും മക്കള്, ഇങ്ങനെ സുഹൃത്തുക്കള്, അങ്ങോട്ട് മിണ്ടിക്കഴിഞ്ഞാൽ, അങ്ങോട്ട് മിണ്ടാൻ പോയാൽ പോലും ഇങ്ങോട്ട് മിണ്ടാത്ത എത്രയോ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്, പലപ്പോഴും ഇങ്ങനെയുള്ള പിണക്കങ്ങൾ സംഭവിക്കുന്നത് ഒരൊറ്റ വാക്ക് കാരണമായിട്ടാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് എന്റെ വിഷയത്തിൽ ഒരു അവകാശമില്ല, നിങ്ങൾക്ക് എന്നെ തൊടാൻ അവകാശമില്ല, നിങ്ങൾക്ക് എന്നെ തല്ലാൻ അവകാശമില്ല, നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാൻ അവകാശമില്ല. ചിലപ്പോൾ അവകാശമൊന്നും ഉണ്ടാകൂല, പക്ഷെങ്കിലും അങ്ങനെയുള്ള ചില വാക്കുകൾ. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടായിരിക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുകയായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഭർത്താവിന് പെട്ടെന്ന് ഷോക്കായി പോകും, ദേഷ്യം പിടിക്കും, പിണക്കം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഭാര്യയോട് ഭർത്താവ് പറയാ, നീ പോയാൽ എനിക്ക് 100 പെണ്ണുങ്ങളെ കിട്ടും,
ഇങ്ങനെയുള്ള വാക്കുകൾ ഭാര്യയെ വല്ലാതെ ചൊടിപ്പിക്കും, സങ്കടപ്പെടുത്തും, പിണക്കത്തിലേക്ക് എത്തിക്കും. മാതാപിതാക്കൾ മക്കളെ അവഗണിക്കുക, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് നന്ദി കെട്ട വർത്തമാനം പറയുക, എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുക. അതുപോലെ മറ്റുള്ളവരുമായി പരസ്പരം പുച്ഛിച്ചുകൊണ്ടോ മറ്റൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടൊക്കെ പറയും. പലപ്പോഴും ഒരൊറ്റ വാക്കുകൊണ്ടായിരിക്കും പിണക്കങ്ങൾ സംഭവിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഉ ബൈനഹും ഇന്നശ്ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. വകുല്ലി ഇബാദി, നബിയെ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ, യഖൂലു ലത്തി ഹിയ അഹ്സൻ, അവർ സംസാരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി, ഏറ്റവും മാന്യമായി, ഏറ്റവും നല്ല രൂപത്തിൽ അവർ സംസാരിക്കട്ടെ. കാരണം ഈ സംസാരിക്കുമ്പോൾ ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, അവർക്കിടയിൽ പിശാച് കളിക്കും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, പിശാചാണ് ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഒരൊറ്റ വാക്കുകൊണ്ട് വർഷങ്ങളോളം പിണങ്ങി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അതേ പിണക്കത്തിൽ ഇണങ്ങാൻ കഴിയാതെ മരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിണക്കത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിണക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പിണങ്ങിയവർ മിണ്ടാൻ എന്താണ് ഒന്നാമത്തെ മാർഗം? ഒന്നാമത്തെ പരിഹാരം എന്താ? നമ്മൾ അങ്ങോട്ട് മിണ്ടുക എന്നുള്ളതാണ്. അവൻ എന്നോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതെ നാം അങ്ങോട്ട് പോയി സലാം പറയുക, നാം അവരോട് പോയി മിണ്ടുക. വഖൂലു ഖൗലൻ സദീദ, മനോഹരമായ നല്ല വാക്കുകൾ മാന്യമായി നിങ്ങൾ സംസാരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്കിന്റെ പേരിലാണ് പിണങ്ങിയതെങ്കിൽ ആ ഒരു വാക്കിനെ തിരുത്തി കൊടുക്കുക, ആ ഒരു വാക്കിന് പരിഹാരമാകുന്ന പ്രയോഗങ്ങൾ നടത്തുക, അവന്റെ തെറ്റിദ്ധാരണകൾ മാറ്റുക, അവനോട് അങ്ങോട്ട് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. അങ്ങോട്ട് സ്നേഹം കാണിച്ചിട്ടും പിണക്കം മാറുന്നില്ല, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും ഇങ്ങോട്ട് അടുക്കുന്നില്ല, ഇങ്ങോട്ട് പിണങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനാണ് പരിഹാരം വേണ്ടതെങ്കിൽ അതിനായിരിക്കുമല്ലോ പരിഹാരം ചോദിക്കുന്നത്, അതിനായിരിക്കുമല്ലോ പരിഹാരം അന്വേഷിക്കുന്നത്. അങ്ങോട്ട് മിണ്ടാൻ പരിഹാരത്തിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഡയറക്റ്റായിട്ട് പോയി മിണ്ടിയാൽ പോരെ. അങ്ങോട്ട് മിണ്ടിയിട്ട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല എങ്കിൽ ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ പല ഇസ്മുകളും, പല രൂപത്തിലുള്ള പിണക്കങ്ങൾക്കും പല രൂപത്തിലുള്ള ഇസ്മുകളും പല എണ്ണം വെച്ച് നമുക്ക് ചെയ്യാനുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ചൊല്ലേണ്ടുന്ന ഇസ്മു വേറെയാണ്, മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിൽ ചെയ്യേണ്ടത് വേറെയാണ്, സുഹൃത്തുക്കൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യാനുള്ളത് വേറെയാണ്. ഇങ്ങനെ ഒരുപാട് ഇസ്മുകൾ വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ പൂർവികരായ നമ്മുടെ മുൻഗാമികൾ എഴുതി വെച്ചതായി കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കോമൺ ആയിട്ട് പിണക്കങ്ങൾ മാറിക്കിട്ടാൻ, അത് ആരുമായിട്ടുള്ള പിണക്കമാവട്ടെ, മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ കുടുംബങ്ങളോ കൂട്ടുകാരാരുമാകട്ടെ, പിണക്കങ്ങൾ മാറിക്കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന ഒരു കുറച്ച് ഇസ്മുകൾ നമ്മൾ പഠിക്കുകയാണ്. ചേർത്ത് വായിക്കേണ്ടുന്ന അത്ഭുതകരമായ 4 ഇസ്മുകൾ. ഇങ്ങനെയാണ് നമ്മളത് ചൊല്ലേണ്ടത്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ വദൂദ്. അള്ളാഹു എന്നുള്ള ജലാലിയത്തിന്റെ ഇസ്മുണ്ട്, റഹ്മാൻ എന്ന റഹ്മത്തിന്റെ ഇസ്മുണ്ട്, കാരുണ്യത്തിന്റെ ഇസ്മുണ്ട്, റഹീം എന്നുള്ള കാരുണ്യത്തിന്റെ മറ്റൊരു ഇസ്മുണ്ട്, വദൂദ് എന്ന സ്നേഹത്തിന്റെ മറ്റൊരു ഇസ്മുണ്ട്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ വദൂദ്, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ വദൂദ് എന്ന ഇസ്മുകൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചേർത്ത് ചൊല്ലി അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പിണക്കങ്ങൾ മാറിക്കിട്ടാൻ ഏറെ സഹായകരമായ ഒരു അമലാണ്. കോമണായി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം, ഓരോ പിണക്കങ്ങൾക്കും വ്യത്യസ്തമായ അമലുകൾ നമുക്ക് വേറെയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താണ്, സൂറത്തുൽ ഇൻശിറാഹ്. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم.
ഈ സൂറത്ത് എല്ലാ ഫർദ് നിസ്കാര ശേഷവും 17 പ്രാവശ്യം വീതം നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഏതൊരുത്തന്റെ പിണക്കം മാറണമെന്നുള്ള നീയത്തോടെയാണ് നമ്മൾ ചൊല്ലുന്നത്. ആ പിണക്കം മാറിക്കിട്ടാൻ അത് കാരണമാകും, അവരുടെ മനസ്സ് മാറിക്കിട്ടാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ നമ്മൾ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.